1900 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയിൽ അക്ബർപൂർ ഗ്രാമത്തിലാണ് ലക്ഷ്മൺ നാരായൺ ശർമ്മ എന്ന നീം കരോലി ബാബ ജനിച്ചത്. ഒരു സമ്പന്ന ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 11-ാം വയസ്സിൽ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിന് വിവാഹിതനാകേണ്ടി വന്നു. കാലഹരണപ്പെടേണ്ട അത്തരം വ്യവസ്ഥകളിൽ നിന്ന് മുക്തനായി അദ്ദേഹം വീടും നാടും വിട്ട് സഞ്ചരിച്ചു. കാലം കടന്നുപോയി. പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വിവാഹ ജീവിതം നയിക്കാൻ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. പിന്നീടുള്ള ജീവിതത്തിൽ 2 ആൺമക്കളും ഒരു മകളും അദ്ദേഹത്തിന് ജനിച്ചു. 1958 ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് വിരാമമിട്ട് അദ്ദേഹം വീട് വിട്ട് യാത്ര തിരിച്ചു. ബാബ ലക്ഷ്മൺ ദാസ് എന്നാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ബാബയുടെ ഉത്തമ ശിഷ്യനായ രാംദാസ് ഒരു കഥ പറയുന്നു. കഥയല്ല, സംഭവമാണ്. ഒരിക്കൽ ബാബ ലക്ഷ്മൺ ദാസ് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്തു. ഉത്തർപ്രദേശിലെ ഫാറൂഖാബാദ് ജില്ലയിലൂടെയായിരുന്നു യാത്ര. അവിടെ നീം കരോളി എന്ന കൊച്ചു ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും തീവണ്ടി അധികൃതർ ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ ബാബയെ ഇറക്കിവിട്ടു. ശേഷം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. തീവണ്ടി നിശ്ചലമായി. പല വഴികൾ മെക്കാനിസ്റ്റുകളും പൈലറ്റും നോക്കിയിട്ടും തീവണ്ടി ചലിച്ചതേയില്ല. ആ സമയം ട്രെയിനിലുണ്ടായിരുന്ന ആരോ ഒരാൾ, "ആ സാധുവിനെ നിങ്ങൾ എന്തിനാണ് ഇറക്കിവിട്ടത്? അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹത്തെ തിരികെ ട്രെയിനിൽ കയറ്റൂ" എന്ന് പറഞ്ഞു. അധികൃതർ ബാബയോട് സംസാരിച്ചു. തിരികെ തീവണ്ടിയിൽ കയറണമെങ്കിൽ 2 നിബന്ധനകൾ അദ്ദേഹം വച്ചു. 1, നീം കരോളി ഗ്രാമത്തിലൊരു സ്റ്റേഷൻ. 2, ധർമ്മസംരക്ഷണത്തിനായി യോഗം ചെയ്യുന്ന സന്യാസി വര്യന്മാരെ നന്നായി സ്വീകരിക്കണം. ബാബയുടെ നിബന്ധനകൾ അവർ അംഗീകരിച്ചു. ആ മഹായോഗി തിരികെ ട്രെയിനിൽ കയറിയതും തീവണ്ടി ചലിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ ഗ്രാമവാസികൾ ബാബ ലക്ഷ്മൺ ദാസിനെ നീം കരോളി ബാബ എന്ന് വിളിക്കാൻ തുടങ്ങി. കുറേ കാലം ഈശ്വര സാക്ഷാത്കാരത്തിനായി നിർമ്മല ഭക്തിയും യോഗവുമായി ആ മഹായോഗി നീം കരോളി ഗ്രാമത്തിൽ താമസിച്ചു. പിന്നീട് അദ്ദേഹം വടക്കേ ഇന്ത്യയിലുടനീളം ഈശ്വരീയ യാത്രകൾ ചെയ്തു. പ്രകൃതിയോടലിഞ്ഞു ചേർന്ന് ആത്മം ബ്രഹ്മമാക്കി അലഞ്ഞു നടന്നു. ആ സമയത്ത് നിരവധി പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഹന്തി വല്ലഭാബ, ടിക്കോണിയ വല്ലഭാബ. ഗുജറാത്തിലെ വാവിയ ഗ്രാമത്തിൽ സാധന ചെയ്യുന്ന കാലത്ത് തള്ളയ്യ ബാവ എന്ന നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. വൃന്ദാവനത്തിൽ അദ്ദേഹം ചമത്കാരി ബാബ എന്നായിരുന്നു അറിയപ്പെട്ടത്. ഉത്തരാഖണ്ഡിലെ കൈഞ്ചിയിലും ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിലും പ്രധാന ആശ്രമങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കാലക്രമേണ 100 കണക്കിന് ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ബാബയ്ക്കായി ഉയർന്നു വന്നു. തൻ്റെ ജീവിതത്തിലെ അവസാന കാലഘട്ടം അദ്ദേഹം കൂടുതലും ചിലവഴിച്ചത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള കൈഞ്ചി ധാം ആശ്രമത്തിലായിരുന്നു. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തോടു കൂടിയതായിരുന്നു ഈ ആശ്രമം. 1964 ഇത് നിർമ്മിക്കപ്പെട്ടത്. നീം കരോലി ബാബ ഹനുമാൻ സ്വാമിയുടെ അതിതീവ്ര ഭക്തനായിരുന്നു. വർഷത്തിൽ കൈഞ്ചി ധാം ഭണ്ഡാര എന്ന പേരിൽ ഇവിടെ നടക്കുന്ന ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സാധകരും ആത്മാന്വേഷികളും ഹിമവാന്റെ മടിത്തട്ടിലുള്ള ഈ പുണ്യഭൂമിയിൽ ഒഴുകിയെത്തുന്നു. നിർമ്മലമായ ഭക്തിയോഗത്തിലാണ് ഭഗവാൻ നീം കരോളി ബാബ സാധന ചെയ്തത്. മഹാരാജ്ജി എന്നാണ് ബാബ കൂടുതലും അറിയപ്പെട്ടത്. ദീർഘമായ പ്രഭാഷണങ്ങളൊന്നുമില്ലാതെ ഹ്രസ്വമായ ബോധകഥകളും സംസാരങ്ങളുമായിരുന്നു ബാബയുടെ പ്രസാദം. മരത്തടിയിൽ തീർത്ത ഒരു ബെഞ്ചിൽ ദേഹം കമ്പിളി കൊണ്ട് മൂടി ഇരിക്കുകയോ കിടക്കുകയോ അദ്ദേഹം ചെയ്തു. സദാ രാമനാമം മുഴക്കി. നിസ്സഹായരായി വരുന്ന ആത്മാന്വേഷികൾക്കൊരു തലയാട്ടലോ തലയ്ക്ക് പിറകിലൊരു തട്ടലോ നൽകി അവരെ ആധ്യാത്മികതയുടെ ശാശ്വതമായ ഉത്തരങ്ങളിലേക്ക് പറഞ്ഞുവിട്ടു. ആ തട്ടലുകളെല്ലാം ഭക്തർക്ക് കിട്ടിയ ആത്യന്തികമായ തലോടലുകളായിരുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം ആസക്തിയും അഹങ്കാരവുമാണെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞു.
ഇവ രണ്ടും ഉള്ളിടത്തോളം കാലം ഒരു പണ്ഡിതനും വിഡ്ഢിയും ഒരുപോലെയാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ബി ഹിയർ നൗ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാംദാസ്, ലാമ സൂര്യദാസ്, സംഗീതജ്ഞനായ ജയ് ഉത്തൽ, കൃഷ്ണദാസ് എന്നിവർ ബാബയുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെടുന്നു. മനുഷ്യസ്നേഹിയായ ലാറി ബ്രില്യന്റും ഭാര്യ ഗിരിജയും, അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസർ ദാദാ മുഖർജി, എഴുത്തുകാരിയായ ഏവറ്റ് റോസർ, അമേരിക്കൻ ആത്മീയ ഗുരു മാ ജയ സതി ഭഗവതി, ചലച്ചിത്ര നിർമ്മാതാവ് ജോൺ ബുഷ്, ഡാനിയൽ ഗോൾമാൻ എന്നിവരും ബാബയുടെ ശ്രദ്ധേയരായ ഭക്തരാണ്. ലോകപ്രശസ്തമായ ആപ്പിൾ ഇൻകോർപ്പറേറ്റഡിൻ്റെ സഹസ്ഥാപകനായ സ്റ്റീവ് പോൾ ജോബ്സ് തൻ്റെ സുഹൃത്ത് ഡാൻ കോട്ട്കെയ്ക്കൊപ്പം 1974 ഏപ്രിലിൽ ഹിന്ദു ധർമ്മം പഠിക്കാൻ ഇന്ത്യയിലേക്ക് വന്നു. നീം കരോളി ബാബയെ കാണാനും അവർ ലക്ഷ്യമിട്ടു. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഗുരു സമാധിയായി എന്ന് അവർ മനസ്സിലാക്കി. ബോളിവുഡ് നടി ജൂലിയ റോബർട്ടും ബാബയുടെ ഉറച്ച ഭക്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് ജൂലിയ റോബർട്ടിനെ ആധ്യാത്മികതയുടെ ഉത്തുംഗതയിലേക്ക് ആകർഷിച്ചതത്രേ. സ്റ്റീവ് ജോബ്സിന്റെ നിർദ്ദേശപ്രകാരം ഫേസ്ബുക്ക് സ്ഥാപകനായ മാർക്ക് സക്കർബർഗ് ബാബയുടെ കൈഞ്ചിയിലെ ആശ്രമം സന്ദർശിച്ചു. പല പ്രഗത്ഭമതികളുടെയും ആത്മീയമായ പ്രചോദനമായിരുന്നു നീം കരോലി ബാബ എന്ന മഹായോഗി. 1973 സെപ്റ്റംബർ 11 ആഗ്രയിൽ നിന്ന് കൈഞ്ചിയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ബാബ കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് വൃന്ദാവനിലെ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഡോക്ടർ അദ്ദേഹത്തിന് കുത്തിവയ്പ് നടത്തുകയും ഓക്സിജൻ മാസ്ക് വയ്ക്കുകയും ചെയ്തു. ബാബ ഡയബറ്റിക് കോമയിലാണെന്നും എന്നാൽ നാഡിമിടിപ്പ് ശരിയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. മഹാരാജ് ജി ഉണർന്ന് ഓക്സിജൻ മാസ്കും രക്തസമ്മർദ്ദം അളക്കുന്ന ബാൻഡും വലിച്ചെറിഞ്ഞു. എന്നിട്ട് ബേക്കർ എന്ന് പറഞ്ഞു. ബേക്കർ എന്നാൽ ഉപയോഗമില്ലാത്തത്. അദ്ദേഹം ഗംഗാജലം ചോദിച്ചു. ഓരോ തവണയും താഴ്ന്ന സ്വരത്തിൽ ജയ് ജഗദീഷ് ഹരേ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. ആ മുഖം വളരെ ദീർഘമായ ശാന്തി പ്രാപിച്ചു. വേദനയുടെ എല്ലാ ലക്ഷണങ്ങളും മാഞ്ഞു. ആ മഹായോഗി പരബ്രഹ്മത്തിൽ ലയിച്ചിരുന്നു. വൃന്ദാവൻ ആശ്രമ സമുച്ചയത്തിനുള്ളിലാണ് നീം കരോളി ബാബയുടെ സമാധി മന്ദിരം. സത്യാന്വേഷികൾക്കും ആത്മീയ സഞ്ചാരികൾക്കും നിത്യപ്രചോദനമായി ആത്മീയതയുടെ ഹിമഗിരി ശൃംഗങ്ങളിലെവിടെയോ ഒരു ധ്രുവ നക്ഷത്രമായി നീം കരോളി ബാബ പ്രകാശിക്കുന്നു.